ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും HPSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. മൈക്രോ പ്രോസസ്സറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഡിസൈൻഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക് ഈസ് കോൾഡ്. അതായത് ഒരു പർട്ടിക്കുലർ ടാസ്ക് നടക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരെന്താ? സോഫ്റ്റ്വെയർ, കോഡിംഗ്, പ്രോഗ്രാം, മെഷീൻ കോഡ്. എന്താ അതിനെ പറയാം? ആ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് പറയുന്ന പേരാണ് പ്രോഗ്രാം. അടുത്ത ചോദ്യം: എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് റിട്ടൺ ഫോർ എ മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് സിസ്റ്റം ഈസ് കോൾഡ് ആസ് ദ ഡാഷ് ഫോർ ദാറ്റ് സിസ്റ്റം. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് നമ്മളൊരു മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ആ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയർ, കോഡിംഗ്, മെഷീൻ കോഡ്, നൺ. എന്താ അതിനെ പറയുക? അതിനെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ. അപ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് പറയുന്ന പേര് പ്രോഗ്രാം എന്നും, അങ്ങനെ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് നമ്മൾ ഒരു മൈക്രോ പ്രോസസ്സറിന് വേണ്ടി നമ്മൾ റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? സോഫ്റ്റ്വെയർ. അപ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമും, സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് സോഫ്റ്റ്വെയറാണ്. ഇൻറ്റൽസ് 8085 ഈസ് എ പോപ്പുലർ ഡാഷ് ചിപ്പ്. ഇൻറ്റൽ 8085 എന്ന് പറയുന്നത് എത്ര ബിറ്റ് ആയിട്ടുള്ള ചിപ്പാണ്? 32 ബിറ്റ്, 16 ബിറ്റ്, 8 ബിറ്റ്, നണ്ണ്. എന്താ വരിക? 8 ബിറ്റാണ്. 8085 എന്ന് പറയുന്നൊരു 8 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ഡാഷ് എക്സിക്യൂട്ട്സ് ഓൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ്. എല്ലാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? CPU, CU, ALU, MU. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ALU. പേരിൽ തന്നെയുണ്ട് അല്ലേ? ALU പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് ALU. CPU എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CU എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്, MU എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സർ യൂണിറ്റ്. അപ്പോൾ ഇതിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏതിലാണ്? ALUലാണ് അല്ലേ? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: ദ ഡാഷ് ഇൻസൈഡ് ദ മൈക്രോ പ്രോസസ്സർ ഹോൾഡ്സ് ദ ഡാറ്റ. താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് ഡാറ്റ ഹോൾഡ് ചെയ്യുന്നത്? ഒരു മൈക്രോ പ്രോസസ്സറിൽ താഴെ തന്നിരിക്കുന്ന ഏത് പാർട്ടിലാണ് ഡാറ്റ ഹോൾഡ് ചെയ്യുന്നതെന്ന് ചോദിക്കണം. രജിസ്റ്റർ, CU, PC, നൺ. ഏതിലാണ് അത് ഹോൾഡ് ചെയ്യുക? രജിസ്റ്ററിലാണ്. ഡാറ്റാസൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഏതിലാണ്? രജിസ്റ്ററിലാണ് അല്ലേ? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: ഡാഷ് ഈസ് പവർഫുൾ ദാൻ എനി അതർ ചിപ്പ്. ഏതൊരു ചിപ്പിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളത് ഏതാണ്? മദർ ബോർഡ്, മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ, ALU. ഏതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്? മറ്റേത് ചിപ്പിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളത് മൈക്രോ പ്രോസസ്സറാണ്. ഓക്കെ, അടുത്തത് ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: ഡാഷ് ജനറേറ്റ്സ് ദ എക്സ്റ്റേണൽ കൺട്രോൾ സിഗ്നൽസ് ആൻഡ് ഇൻറ്റേർണൽ ഓൺ ചിപ്പ് സർക്യൂട്ടറി. ഏതാണ് എക്സ്റ്റേണൽ കൺട്രോൾ സിഗ്നൽസും ഇൻറ്റേർണൽ ഓൺ ചിപ്പ് സർക്യൂട്ടറിയും ജനറേറ്റ് ചെയ്യുന്നത്? ALU, മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, CPU. ഏതാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് generates the external control signals and internal on-chip circuitry. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: the set of basic commands that a microprocessor can understand is known as dash of the microprocessor. set of basic commands ഒരു മൈക്രോ പ്രോസസ്സർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ഇൻസ്ട്രക്ഷൻ സെറ്റ്, സോഫ്റ്റ്വെയർ, കോഡിങ്, നൺ. ഏതാണ് വരിക? അതിന് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നാണ് പറയുക. അപ്പോൾ സെറ്റ് ഓഫ് ബേസിക് കമാൻഡ്സ് ദാറ്റ് മൈക്രോ പ്രോസസ്സർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: ദ മൈക്രോ പ്രോസസ്സർ സെൻഡ്സ് ഓർ റിസീവ്സ് ഇൻഫർമേഷൻ ഓവർ ഡാഷ്. മൈക്രോ പ്രോസസ്സർ സെൻഡ് ചെയ്യുകയും ചെയ്യും, റിസീവ് ചെയ്യുകയും ചെയ്യും ഇൻഫർമേഷൻ. എന്തിനു കൂടെ? മൈക്രോ കൺട്രോളർ, സർക്യൂട്ട്, പിൻസ്, നൺ. ഏതിൽ കൂടെ? പിന്നിൽ കൂടെയാണ് ഈ പറയുന്ന ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണത് അല്ലേ? അപ്പോൾ മൈക്രോ പ്രോസസ്സറിലെ പിൻസാണ് ഇൻഫർമേഷൻ സെൻഡ് ആൻഡ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ഈച്ച് പിൻ ഓഫ് ദ മൈക്രോ പ്രോസസ്സർ ട്രാൻസ്മിറ്റ്സ് ഓർ റിസീവ് എ ഡാഷ് സിഗ്നൽ. ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ഓരോ പിന്നും
ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ഡാഷ് സിഗ്നൽ. ഏത് ടൈപ്പ് ഓഫ് സിഗ്നലാണത് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ചെയ്യുക? ഇലക്ട്രിക്കൽ, ഡിജിറ്റൽ, അനലോഗ്, ബൂളിയൻ. അപ്പോൾ ഇതിൽ അത് റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബൂളിയൻ സിഗ്നൽസ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ കറക്റ്റായിട്ട് 4 ഓപ്ഷൻ കാണുന്നില്ല, 2 ഉള്ളൂ. പക്ഷേ ആൻസർ ബൂളിയൻ ആണ്. ഇത്രയുമാണ് ഇന്ന് നോക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.